വാർത്തകൾ നിറഞ്ഞ ഒരു ദിനം കൂടി. ഗവർണർ സർക്കാർ പോരുമുറുകുന്നു. ഒപ്പം നിപ്പയിൽ ചെറിയൊരു ആശ്വാസം. ഇന്നും നാളെയും പണിമുടക്ക്. സമഗ്രമായ വാർത്തകളും വിശദാംശങ്ങളും ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഗവർണർ സർക്കാർ പോരുമുറുകുന്നു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് നിയമവിരുദ്ധം. ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറയിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് തുടങ്ങി. വലഞ്ഞ യാത്രക്കാർ. നിപ്പ സമ്പർക്ക പട്ടികയിൽ 383 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ലെഫ്റ്റ് ക്രോസ് ഗേറ്റ് അടച്ചില്ല. സ്കൂൾ വാൻ ഇടിച്ചു തെറിപ്പിച്ച ട്രെയിൻ. 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ചെന്നൈ കടലൂരിലാണ് സംഭവം. 10ഓളം പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കേരള സർവകലാശാലയിലെ സംഭവ വികാസങ്ങളിൽ ഗവർണർ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ സാധ്യത. സിൻഡിക്കേറ്റിനെതിരെ നടപടിയെടുക്കാനുള്ള കൂടിയാലോചനകൾ ഗവർണർ തുടങ്ങി. VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനെ ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് തിരിച്ചെടുത്ത നടപടി നിയമവിരുദ്ധമാണെന്ന VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നടപടിയിലേക്ക് കടക്കുന്നത്. ആദ്യപടിയായി സിൻഡിക്കേറ്റിനോട് വിശദീകരണം തേടും. അതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയെന്നാണ് ലഭിക്കുന്ന സൂചന. സർവകലാശാല ചട്ടങ്ങളുടെ നിയമത്തിന്റെ ലംഘനം സിൻഡിക്കേറ്റ് നടത്തിയെന്നാണ് താൽക്കാലിക VCയായ ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ സിൻഡിക്കേറ്റ് നടത്തിയാൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം ചാൻസലർ കൂടിയായ ഗവർണർക്കുണ്ടെന്നാണ് വ്യവസ്ഥ. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വടം കെട്ടിയിറങ്ങി രക്ഷാപ്രവർത്തകർ പാറക്കഷ്ണങ്ങൾ നീക്കി തിരച്ചിൽ. ദൗത്യ സംഘങ്ങളായ 2 പേർ വടം കെട്ടി താഴേക്കിറങ്ങി പാറക്കഷ്ണങ്ങൾ നീക്കുകയാണ്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പൗർണമി അപ്പുക്കുട്ടൻ ചേരും. പൗർണമി, എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? തസ്നി, നിലവിൽ ഹിറ്റാച്ച് വന്നതിന് ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ ഫയർഫോഴ്സ് എത്തിയെങ്കിലും പ്രതികൂലമായ സാഹചര്യമായതിനാൽ രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് അനുകൂലമായ സാഹചര്യവും പാറകൾ പൊട്ടിവീഴുന്നത് നിൽക്കുകയുമാണെങ്കിൽ നമുക്ക് രക്ഷാപ്രവർത്തനം മുന്നോട്ട് നയിക്കുവാനായി സാധിക്കും. നാട്ടുകാരിൽ നിന്നെല്ലാം രൂക്ഷമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതരിൽ നിന്നും യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല എന്നുള്ളത് നാട്ടുകാരിൽ പ്രതിഷേധത്തിന് കൂടുതൽ കാരണമാക്കിയിട്ടുണ്ട്. ശരി, പൗർണമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അപകടത്തിന് പിന്നാലെ ഇപ്പോഴും പാറയിടിയുന്നതിനാൽ ദൗത്യം ദുഷ്കരമാണ്. നിലവിലെ സംവിധാനം കൊണ്ടും കഴിയില്ലെന്നും വലിയ ക്രെയിനും മറ്റ് മണ്ണുമാന്തി യന്ത്രവും എത്തിച്ചാലേ കൂടുതൽ ഫലപ്രദമായി തിരച്ചിൽ നടത്താനാകൂ എന്നുമാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് തുടങ്ങി. വലഞ്ഞ യാത്രക്കാർ. സ്വകാര്യ ബസ് ഉടമകളുമായി തിങ്കളാഴ്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കിയത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം. സ്വകാര്യ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ച ഇന്ന് അധിക സർവീസുകൾ നടത്തി KSRTC. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് സർവീസുകൾ ക്രമീകരിച്ചത്. നാളെ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കെ KSRTC സർവീസ് നടത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പൊതുപണിമുടക്കിൽ പങ്കെടുക്കാൻ KSRTCയിൽ ഒരു യൂണിയനും കത്ത് നൽകിയിട്ടില്ല. KSRTCയിൽ പണിമുടക്കേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് രാത്രി 12-ന് ആരംഭിക്കും. കേരളത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായാണ് പണിമുടക്കുന്നത്. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ നിലവിലാകെ 383 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 241 പേർ നിരീക്ഷണത്തിലാണ്. പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 142 പേർ നിരീക്ഷണത്തിലാണ്. ആകെ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 94 പേർ കോഴിക്കോട് ജില്ലയിലും 2 പേർ എറണാകുളം ജില്ലയിലുമാണ്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി കൃഷ്ണേന്ദു KK ചേരും. കൃഷ്ണേന്ദു, നിലവിൽ സംസ്ഥാനത്തെ സാഹചര്യം എന്താണ്?
തസ്നി, നിലവിൽ സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് നേരിയ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി മലപ്പുറം ജില്ലയിൽ മരിച്ച 18 വയസ്സുകാരിയും അതുപോലെ നിലവിൽ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ തുടരുന്ന പാലക്കാട് തച്ചനാട്ടുകര സ്വദേശി ഒരു 38 വയസ്സുകാരിയുടെയും സമ്പർക്ക പട്ടികയിൽ ഒരു 460ഓളം പേരുണ്ടായിരുന്നു. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം പനി ബാധിക്കുന്നൊരു നിലയുണ്ടായി. അവരുടെ എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവായി റിസൾട്ട് വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത. എന്നിരുന്നാൽ കൂടിയും ഈ പാലക്കാടുകാരി തച്ചനാട്ടുകര സ്വദേശി 38 വയസ്സുകാരിയുടെ ആരോഗ്യനിലയിൽ അല്പം പോലും മാറ്റമില്ല എന്നുള്ളതാണ്. വെന്റിലേറ്ററുടെ സഹായത്തോടെയാണ് നിലവിൽ ആൾ ജീവൻ നിലനിർത്തുന്നതെങ്കിൽ കൂടെയും 2ാം ഡോസ് ഉൾപ്പെടെ നൽകിയിട്ടും കാര്യമായ പുരോഗതിയൊന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. നിലവിൽ കോഴിക്കോട്, മലപ്പുറം അതുപോലെ പാലക്കാട് ജില്ലകളിലാണ് നിപ്പ ജാഗ്രത കൂടുതലായി തുടരുന്നതും അതുപോലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെയും മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള യോഗങ്ങളൊക്കെയും അതുപോലെ നേരിട്ട് വിലയിരുത്തലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കളക്ടർ ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതീവ ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനം ഈ നിപ്പയെ, ഈ 2025 വർഷത്തെ നിപ്പയെ പ്രതിരോധിക്കാനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതാണ് തസ്നി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശരി, കൃഷ്ണേന്ദുവാണ് വിവരങ്ങൾ നൽകിയത്. ലെവൽ ക്രോസ് ഗേറ്റ് അടച്ചില്ല, സ്കൂൾ വാൻ ഇടിച്ചു തെറിപ്പിച്ച ട്രെയിൻ. കടലൂർ കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. ലെവൽ ക്രോസിൽ വെച്ച് സ്കൂൾ വാനിൽ തിരുച്ചെന്തൂർ ചെന്നൈ എക്സ്പ്രസ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. ലെവൽ ക്രോസ് ഗേറ്റ് അടയ്ക്കാൻ ജീവനക്കാരൻ മറന്നുപോയതാണ് ദാരുണമായ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. 4 വിദ്യാർത്ഥികൾ അപകട സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. ആഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി വിശദമായ മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം ചേരും. യോഗത്തിൽ നിലവിലെ ആരോഗ്യസ്ഥിതിയും തുടർ ചികിത്സകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതടക്കമുള്ള കാര്യങ്ങളും തീരുമാനിക്കും. പഹൽഗാം ഭീകരാക്രമണം മുഴുവൻ മനുഷ്യരാശിക്കും നേരെയുള്ള ആക്രമണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളെല്ലാം നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രസീലിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ചോദ്യം ചെയ്യലിന് ഹാജരായി. മരട് പോലീസ് സ്റ്റേഷനിലാണ് സൗബിൻ അഭിഭാഷകനൊപ്പം ഹാജരായത്. സിനിമയുടെ സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരും സൗബിനൊപ്പം ചോദ്യം ചെയ്യലിനെത്തി. സിനിമയിൽ നിന്ന് ലഭിച്ച ലാഭം എങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളിലാകും പോലീസ് ചോദിച്ചറിയുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാന നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നൊബേൽ സമ്മാന കമ്മിറ്റിക്ക് അയച്ച നാമനിർദ്ദേശ കത്തിന്റെ പകർപ്പ് വൈറ്റ് ഹൌസിൽ നടന്ന അത്താഴ വിരുന്നിനിടെ നെതന്യാഹു ട്രംപിന് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് പോകുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഒരു ഗ്രാമിന് 9010 രൂപയും പവന് 72,080 രൂപയുമായി. കായിക വാർത്തകൾ. ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും ഇന്ത്യൻ ടീമിന്റെ പുതുപ്രതീക്ഷയായി ശുഭ്മൻ ഗിൽ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരേ മത്സരത്തിൽ ഇരട്ട സെഞ്ചുറിയും നേടുന്ന 9ാമത്തെ താരമാണ് ശുഭ്മൻ ഗിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവർണർ സർക്കാർ പോരുമുറുകുന്നു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് നിയമവിരുദ്ധം. ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറയിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് തുടങ്ങി വലഞ്ഞ യാത്രക്കാർ. നിപ്പ സമ്പർക്ക പട്ടികയിൽ 383 പേരുള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ലെവൽ ക്രോസ് ഗേറ്റ് അടച്ചില്ല, സ്കൂൾ വാൻ ഇടിച്ചു തെറിപ്പിച്ച ട്രെയിൻ. 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ചെന്നൈ കടലൂരിലാണ് സംഭവം. 10ഓളം പേർക്ക് പരിക്കേറ്റു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.